ഹായ് കൂട്ടരെ, ഇന്നൊരു ചെറിയ പരിപാടിയുണ്ട്. നടിയിലല്ല, അല്പം വിളവെടുപ്പാണ്. സംഗതി പറയാം, അല്പം ഇഞ്ചിക്കറി വെക്കാനുള്ള പുറപ്പാടാണ്. ദേ ഗ്രോ ബാഗിലെല്ലാം വിളവെടുപ്പിന് റെഡിയാണ്. എല്ലാം ഇപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. ദേ ഈ കുഞ്ഞൻ ഗ്രോ ബാഗ് ഒന്ന് പൊക്കുവാണ്. നട്ടതും അല്പം വളം കൊടുത്തതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇവരെ ദേ ഇപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും നല്ല രീതിയിൽ ഈ കുഞ്ഞൻ ബാഗിൽ നിന്നും എനിക്ക് വിളവും കിട്ടിയിട്ടുണ്ട്. നന്നായി വിളഞ്ഞിട്ടുമുണ്ടേ. മണ്ണൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ അല്പം മെനക്കേടുണ്ട്. അപ്പോൾ ദേ ഇത്രയും നമ്മുടെ ഗ്രോ ബാഗ് സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുക്കളയിൽ എല്ലാം എപ്പോഴും കൂടെ കൂട്ടുന്ന ഒരാളാണ് ഇഞ്ചി. ശരിക്കും പറഞ്ഞാല് 1-2 ഗ്രോ ബാഗ് തന്നെ മതി നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി നമ്മുടെ മുറ്റത്തുണ്ടാവാൻ. കറികളിലും വെള്ളമിടാനും ഒക്കെ ആയിട്ട് പലപ്പോഴായി ഇവരുടെ ചുവടുകളൊക്കെ ഞാൻ മാന്തി പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടരെ, എന്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇവിടെ 2-3 ഗ്രോ ബാഗ് കൂടിയുണ്ട്. അതിലും ആളുണ്ട്. ആരാണെന്ന് കാണാം. കണ്ടു, ചെറിയ ചേനവിത്ത് 3-4 എണ്ണം കൃഷി ഗ്രൂപ്പിൽ നിന്നും കിട്ടിയതാണ്. എനിക്കതൊന്നും നടാൻ തോന്നിയില്ല. തീരെ ചെറിയ വിത്തുകളായിരുന്നു. എങ്കിലും കളയണ്ടെന്ന് കരുതി ഗ്രോ ബാഗിൽ തന്നെ നിക്ഷേപിച്ചു. എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുമല്ലേ. ഇട്ടത് വെറുതെ ആയില്ല. ഒരുപാട് പറമ്പൊക്കെ ഉള്ളവർക്ക് ഇതൊരു രസകരമായ കാഴ്ചയായിരിക്കും. അല്പം പോലും സ്ഥലമില്ലാത്തവർക്ക് ഇതൊരു പ്രചോദനവും കൂടി ആയിക്കോട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ദേ ഇത്രയും വലുപ്പത്തിൽ 3 ആളുകളെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്റെ സന്തോഷങ്ങളാണ് കേട്ടോ. ദേ ഇതുപോലൊരു കുഞ്ഞു വിത്തിൽ നിന്നാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. ഇത് കാണുമ്പോൾ കൂട്ടർക്കും ഒരു സന്തോഷം തോന്നില്ലേ? സത്യത്തിൽ പച്ചക്കറികൾ നടുന്ന പോലെ ഒരു എഫേർട്ടും ഞാനിതിനെടുത്തില്ല. നട്ടതു മാത്രം അറിയാം, ഇപ്പുതേ വിളവും.